ഹലോ ഗേസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് 4 മണിക്ക് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. സമയം ഇപ്പോൾ 6:30 അപ്പോൾ നമ്മുടെ വസുക്കുട്ടി ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയാലേ ഇത്തിരി അവനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാത്തതാണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ്. മുത്തുമണി വർക്കും ഇല്ലാതെ നേരത്തെ വെച്ചിട്ട് സ്കൂളിൽ പോകണം. ഏട്ടനെ പോലെ സ്കൂളിൽ പോകണം. അതാ നമ്മുടെ അപ്പൂപ്പൻ വന്നിട്ടുണ്ട് ബസ് കൊണ്ടുവിടാം. കളിപ്പെണ്ണ് അപ്പൂപ്പനെ കാണിച്ചു തരാം. അപ്പൂപ്പൻ വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പി ഉറങ്ങാത്ത കുഞ്ഞാപ്പി ഉറക്കം പഴയ പോലെ സെറ്റായി വന്നതാണ്. ഇപ്പോൾ വീണ്ടും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. ഇപ്പം നേരത്തെ എണിച്ചാ അച്ഛാ, നേരത്തെ എണിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവനെ കുളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാ നേരത്തെ എണിച്ചെന്ന് അപ്പൂപ്പ ചോദിക്കണ എന്നെ മൻ്റെ മനസ്സിലാവാണ്ടേ ഹെൽമെറ്റ് ഇട്ടിട്ട്. ഇതാരാണ്? കുളിക്കുമുത്ത് പല്ല് തേച്ച് സമയായി. അപ്പൊ നോക്കൂ എന്റെ അവിടെ കിടന്നോട്ടാ കെഞ്ഞേട്ടാ. കുളിക്കാൻ പോകാതെ അങ്ങനെ ഇരിക്കുവാണ് ഗേസിനി. കുളിപ്പിച്ചിട്ട് വരാം ഞാൻ. ഏട്ടനാണ് പ്രശ്നക്കാരൻ. ഏട്ടൻ തനിയെ ഡ്രസ് മാറിയ കഴിഞ്ഞു. ഇവിടെ ബാവ കരയുന്നു. ഇത് ഏട്ടാ കുഞ്ഞിക്കൊണ്ട് കരയുന്നു. ഇതാ വന്നു. അച്ഛൻ കുഞ്ഞിപ്പെണ്ണി എടുക്കാൻ പറഞ്ഞ ബസ്സുവേട്ടനാണ് ആദ്യം കയറി ഇരിക്കുന്നത് തോളില്. ബസ്സുവേട്ടൻ ഇറങ്ങ് എന്റെ മകൻ. എന്തിനാ കഞ്ഞിത്? പോട്ടെ നമ്മ വച്ചുപോട്ടും ഇപ്പൊ പോകും. അപ്പ എടുക്കാട്ടാ. അപ്പ ഇടിച്ചാന് എന്റെ മുത്തല്ലേ ഇത്, തക്കരല്ലേ ഇത്. സോക്സ് ഇടാ, സോക്സ് ഇടാന്ന്. വസുക്കുട്ടിക്ക് ഇന്ന് മെനു ഗീ റൈസ് ആണ് കേട്ടോ. അപ്പം നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഒന്ന് വസുക്കുട്ടിക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോയാബീൻ മിക്സ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേസ്. അപ്പോൾ നമ്മൾ സോയാബീനൊക്കെ നമ്മൾ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇന്നത്തെ ഫുഡ് അതാണ്. ഏട്ടാ പോണോ? ടാറ്റ ഏട്ടാ. അങ്ങനെ ഒരാളെ റെഡിയാക്കി ഇതാ വിട്ടു. 7 മണിയാകുമ്പോൾ നമ്മുടെ വസുക്കുട്ടി പോകും. വസുക്കുട്ടി ഇതാ പോയതും കുഞ്ഞിപ്പെണ്ണ് ഇതാ ഉറക്കത്തിലായിട്ടോ. ഇനി നല്ല ഉറക്കമായിരിക്കും. കാരണം രാവിലെ നേരത്തെ 4 മണിക്ക് എഴുന്നേറ്റതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ 7 മണിയാകുമ്പോൾ ചിരിച്ചിട്ടൊക്കെ ആളിങ്ങനെ എന്തൊക്കെയോ സ്വപ്നം കണ്ട് കിടക്കുകയാണ് നമ്മുടെ മുത്തുമണിയിട്ട. അപ്പോൾ ഇനി നമ്മുടെ കുറുമ്പനെയാണ് ഇനി വിളിക്കണം. കുറുമ്പനെ 8:15 ഓട്ടോ വരുന്നത്. അപ്പോൾ വസു പോയിട്ടാണ് നമ്മുടെ ദച്ചൂസിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറങ്ങട്ടെ. നമുക്കിനി നമ്മുടെ വസു ദച്ചുപ്പാപ്പയെ വിളിച്ചൊക്കെ റെഡിയാക്കാം. ഇനി ഒരാളെ വിട്ടു. ഇത് അടുത്ത ആളെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് എന്താണ് എൻ്റെ മോൻ ഇന്ന് കൊണ്ടുപോകാനുള്ള ഫുഡ്? എന്താണ് എന്താ കാണണം വാങ്ങിച്ചെന്ന് പറഞ്ഞ അമ്മ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കത് കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാം കേട്ടോ. കാണിച്ചു തരാം. ഇന്നെ വിളിക്കൂ. കാണിച്ചു കൊടുക്കുമ്പോൾ തുറന്ന് കാണിച്ചു കൊടുക്ക്. ഓക്കെ ആണോ? എന്താ വേണ്ടേ? സലാഡ് ദച്ചൂസ് ഭയങ്കര ഹാപ്പിയാണ്. ഗീ റൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് മെനു പ്രകാരം ഗീ റൈസാണ്. അപ്പോൾ ഇതാ നല്ല മഴയാണ് ഗേസ്. അപ്പോൾ ഇതാ മഴ നോക്കുകയാണ് എൻ്റെ ദച്ചുപ്പ. ഇതാ വലിയ വേഗം ഗുഡ് ബോയ് ആണ് എൻ്റെ കുട്ടി കേട്ടോ. എപ്പോഴും ഇങ്ങനെ കുട്ടികൾ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മഴ കൊള്ളാതെ വെക്കട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇതാ എടുക്കുന്നുണ്ട്. എടുത്ത് അകത്തുകൊണ്ട് വെക്കാൻ പോവാണ്. നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. വാ 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 വാ. ഇല്ല 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 ഇല്ല. വെക്കൂ. ഗുഡ് ബോയ്. മുത്താണ്. ദച്ചൂസിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞത് പല്ല് തേച്ച് കഴിഞ്ഞത് ഇനി കഴിച്ചിട്ടാണ് കുളിക്കാമെന്ന് പറഞ്ഞത്. ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാണ് ദച്ചുക്കുറുമനല്ലേ.
ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം റെഡിയായി, ഫുഡൊക്കെ ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റിംഗ് ആണ് മുത്തുമണി. നാണിക്ക് അതാ ഹാപ്പി ആയിട്ടുണ്ട് മുത്തുമണി കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഓട്ടോ വന്ന് നേരത്തെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സമയം ഇതാ 8:15. 8:15 ഇതപ്പോൾ വണ്ടി വരും, ഓട്ടോ വരും. അപ്പം 8:15 കഴിഞ്ഞാൽ ഒരാൾ 7 മണിക്ക്, ഒരാൾ 8:15 വച്ചുവേട്ടൻ അല്ലേ? ഇവിടെ നോക്ക്, ഹായ് പറ, നോക്ക്, നാണം വന്നേ. കുറുമ്പൻ്റെ ചിരിയാണ് ഹൈലൈറ്റ് കേട്ടാ. അങ്ങനെ ഒരു തത്താക്കി ഡാൻസൊക്കെ ഇതാ ഇന്നമ്മയ്ക്ക് കളിച്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നാണം വന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര ചിരിയാണ്. അപ്പോൾ നമ്മുടെ 8:15 നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ദച്ചൂസ് ഓടി ഓട്ടോയിൽ കയറാൻ വേണ്ടി ഞാനിതാ ബാഗ് എടുത്ത് പോവുകയാണ് ഗേസ്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് കുഞ്ഞിപ്പെണ്ണ് ഉറക്കം ഉണർന്നിട്ടുണ്ട് കേട്ടോ. ദച്ചൂസ് വന്നതും പഠിക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനി അവൻ പഠിക്കുന്ന വീഡിയോയും കൂടി കാണാം. Blue cup, blue butterfly, blue bag, blue boss, blue balloon, blue boss, blue boat, bee, bee, bird, balloon, bird, bird, bag, boat, you, പുഴയോരത്തൊരു മുല്ലപ്പൂപ്പന്തൽ, അനുരാഗം നട്ടു നനയ്ക്കും മുല്ലപ്പന്തൽ, നിലയ്ക്കാത്ത സല്ലാപത്തിൻ നല്ലിത്തേൻമൊഴികൾ, ചിരിച്ചുകൊണ്ടോടിപ്പോകും സുഗന്ധയാമം, ഹൃദയം നിറയെ പരസ്പര സ്നേഹ സ്വപ്നം, സ്വപ്നം 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 സ്വപ്നം. ചന്ദമാമ കണ്ണാടി പുഴയോരത്തൊരു മുല്ലപ്പൂപ്പന്തൽ, അനുരാഗം നട്ടു നനയ്ക്കും മുല്ലപ്പന്തൽ, നിലയ്ക്കാത്ത സല്ലാപത്തിൻ നല്ലിത്തേൻമൊഴികൾ, ചിരിച്ചുകൊണ്ടോടിപ്പോകും സുഗന്ധയാമം, ഹൃദയം നിറയെ പരസ്പര സ്നേഹ സ്വപ്നം, സ്വപ്നം 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 സ്വപ്നം. ചന്ദമാമ അപ്പോൾ ഇതാണ് ഈ ഒരു ദിവസത്തെ മീൻസ് രാവിലത്തെ ഒരു ഓട്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അമ്മയുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിൽ കുഞ്ഞിപ്പെണ്ണ് തൊട്ടിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതും കൂടി ഈ ലാസ്റ്റ് എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണുക, അഭിപ്രായം പറയുക. ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് മിണ്ടാതെ കിടക്കുന്ന കുഞ്ഞുവാവി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇതുപോലെ ഒക്കത്തിൽ നിന്ന് ഏച്ച് കേൾക്കുന്ന കുഞ്ഞുവാവ ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരു കരച്ചിൽ പോലും കരയണ്ടേ? ഞാൻ തൊട്ടി വന്ന് നോക്കുമ്പോൾ കണ്ണിങ്ങനെ പളുങ്ക് പോലെ തുറന്നു വെച്ചിരിക്കുന്ന സ്വത്തുമണിയാണിത്. നിരിക്കുട്ടി.